സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിൽ 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അടച്ചിട്ട കുപ്രസിദ്ധമായ ഫെഡറൽ ജയിൽ അൽക്കാട്രസ് പുനർനിർമ്മിക്കാനും വീണ്ടും തുറക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ ജയിലിൽ പാർപ്പിക്കുമെന്നും ട്രംപ് തന്റെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൂഹത്തിന് ദുരിതവും കഷ്ടപ്പാടുമല്ലാതെ കുറ്റവാളികൾ മറ്റൊന്നും സംഭാവന ചെയ്യില്ല. മുൻകാലങ്ങളിൽ അമേരിക്ക കൂടുതൽ ഗൗരവമുള്ള ഒരു രാഷ്ട്രമായിരുന്നു. ഏറ്റവും അപകടകാരികളായ കുറ്റവാളികളെ പൂട്ടാനും അവർക്ക് ഉപദ്രവിക്കാൻ കഴിയുന്ന ആളുകളിൽ നിന്നും അവരെ അകറ്റി നിർത്താനും രാഷ്ട്രം മടിച്ചിരുന്നില്ലെന്നും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തെരുവുകളിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഈ കുറ്റവാളികളെ ഇനി സഹിക്കില്ലെന്നും അതുകൊണ്ടാണ് നീതിന്യായ വകുപ്പ്, FBI, ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവയുമായി ചേർന്ന് അമേരിക്കയിലെ ഏറ്റവും അക്രമാസക്തരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായി വലുതാക്കി പുനർനിർമ്മിച്ച അൽക്കാട്രാസ് വീണ്ടും തുറക്കാൻ ജയിൽ ബ്യൂറോയോട് നിർദ്ദേശിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അൽക്കാട്രാസ് വീണ്ടും തുറക്കുന്നത് നിയമം, ക്രമസമാധാനം, നീതി എന്നിവയുടെ പ്രതീകമായി വർത്തിക്കുമെന്നും അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ശക്തമായ സമുദ്രപ്രവാഹത്താലും തണുത്ത പസഫിക്കിനാലും ചുറ്റപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലാണ് അൽക്കാട്രാസ് ജയിൽ കുപ്രസിദ്ധിയാർജിച്ചത്. രക്ഷപ്പെടാൻ കഴിയാത്തതും അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതവുമായ ജയിലെന്നാണ് അധികൃതർ ഇതിനെ വിശേഷിപ്പിച്ചത്. മിക്ക സെല്ലുകളും വെറും 9 അടി നീളവും 5 അടി വീതിയും മാത്രമുള്ളവയായിരുന്നു. വളരെ കുറച്ച് ഫർണിച്ചറുകൾ മാത്രം. അപ്പോഴും തടവുകാർക്ക് ചൂടുവെള്ളത്തിലുള്ള കുളിയും US ജയിൽ സംവിധാനത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണവുമാണ് ഇവിടെ ലഭിച്ചിരുന്നത്. ദി റോക്ക് എന്നറിയപ്പെട്ടിരുന്ന ജയിലിൽ രാജ്യത്തെ കുപ്രസിദ്ധ കുറ്റവാളികളായ അൽ കാപ്പോൺ, മെഷീൻ ഗൺ കെല്ലി എന്നിവരെയും പാർപ്പിച്ചിരുന്നു. നാവിക പ്രതിരോധ കോട്ടയായിരുന്ന ഈ സ്ഥലം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയാണ് നാവികസേനയുടെ ജയിലാക്കി മാറ്റുന്നത്. 1930കളിൽ നീതിന്യായ വകുപ്പ് ഇത് ഏറ്റെടുക്കുകയും 1934, 1983 വർഷങ്ങളിൽ ഫെഡറൽ പെനിറ്റൻഷ്യറിയുടെ ജയിൽ സമുച്ചയം ഇവിടെ പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തു. മറ്റ് ഫെഡറൽ ജയിലുകളെക്കാൾ 3 ഇരട്ടി ചെലവേറിയതായിരുന്നു അൽക്കാട്രാസ് ജയിൽ. പ്രധാനമായും ദ്വീപിലെ ജയിലിന്റെ സ്ഥാനമായിരുന്നു ഇതിന് കാരണം. ഇന്ധനം മുതൽ ഭക്ഷണം വരെ എല്ലാം ബോട്ടിൽ കൊണ്ടുവരേണ്ടിയിരുന്നു. അങ്ങനെ തദ്ദേശീയരുടെ സമരങ്ങളും ചെലവും കാരണം പ്രവർത്തനം തുടരാൻ കഴിയാതെ വന്നതോടെയാണ് 1963 ജയിൽ അടച്ചുപൂട്ടുന്നത്. പിന്നീട് നാഷണൽ പാർക്ക് സർവീസിന് കീഴിൽ ഗോൾഡൻ ഗേറ്റ് റിക്രിയേഷൻ എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് സങ്കേതമായി ജയിൽ മാറി. ദി റോക്ക്, എസ്കേപ്പ് ഫ്രം അൽക്കാട്രാസ് എന്നീ സിനിമകൾക്കും ജയിൽ ആധാരമായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.